എല്ലാവർക്കും ഒരു ചിന്ന കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ലൂസിഡ് ഡ്രീമിംഗ്, ടൈം ട്രാവൽ, ടൈം ലൂപ്പ് എന്നിവ അടങ്ങിയൊരു സിനിമയാണ്. ഇതൊക്കെ അടങ്ങിയത് കൊണ്ട് ഇതൊരു ഹോളിവുഡ് സിനിമയല്ല, ഇതൊരു മലയാള സിനിമയാണ്. ഒരേ സമയത്ത് സ്വപ്ന ലോകത്തും അതുപോലെ തന്നെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ നായകൻ, അദ്ദേഹം വേറൊരുത്തന്റെ സ്വപ്നത്തിൽ കുടുങ്ങുകയാണ്. അങ്ങനെ ആ സ്വപ്നത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ നായകൻ അവസാനമായി രക്ഷപ്പെടുന്നുവോ അതോ ആ സ്വപ്നത്തിൽ തന്നെ കുടുങ്ങി അവിടെ തന്നെ കിടക്കുന്നുവോ കണ്ടറിയാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ സിനിമയുടെ ഉള്ളിലേക്ക് തള്ളിക്കയറാം. ഒരു വോയിസ് ഓവറോട് കൂടിയാണ് സിനിമ തുടങ്ങുന്നത്. ഒരു പിതാവ് തന്റെ മകനായ അമീറിനോട് നിനക്ക് ഞാനൊരു മാജിക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞാണ് ആ വോയിസ് ഓവർ തുടങ്ങുന്നത്. എന്താണ് ആ മാജിക് എന്ന് വെച്ചാൽ, അവൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ എഴുതി വെക്കണം. കുറെ കൊല്ലം കഴിഞ്ഞ് അതൊക്കെ എടുത്ത് വായിക്കണം. അപ്പോൾ അതിൽ കോമൺ ആയുള്ള സ്ഥലങ്ങളും ആളുകളും ഉണ്ടാവും. അതൊക്കെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് പോവാനുള്ള ദൈവത്തിന്റെ താക്കോൽ കൂട്ടങ്ങളാണ്, അതായത് ഡ്രീം സൈൻ. ശേഷം നീ ഉണർന്നിരിക്കുമ്പോൾ ആ സ്ഥലങ്ങളിൽ പോകണം. എന്നിട്ട് അവിടെ എത്തിയ ശേഷം നീ ഇപ്പോൾ സ്വപ്നത്തിലാണ് എന്ന് സങ്കല്പിക്കണം. പിന്നീട് നീ അതേ സ്ഥലങ്ങൾ സ്വപ്നത്തിൽ കാണുമ്പോൾ മനസ്സ് നിന്നോട് പറയും നീ സ്വപ്നത്തിലാണെന്ന്. അങ്ങനെ സ്വപ്നം കാണുമ്പോൾ തന്നെ സ്വപ്നത്തെ തിരിച്ചറിയാൻ പറ്റിയാൽ പിന്നെ നീയാണ് ആ സ്വപ്നത്തിലെ രാജാവ്. ആ സ്വപ്നത്തിൽ എന്ത് നടക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാം എന്ന് പിതാവ് അമീറിനോട് പറയുന്നു. അപ്പോൾ അമീർ, അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളവരെ ആ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പിതാവ് ചിരിച്ചുകൊണ്ട് നീ ആള് കൊള്ളാമല്ലോടാ എന്ന് പറയുന്നു. അതോടെ ആ വോയിസ് ഓവർ തീരുന്നു. അടുത്ത സീനിൽ മഹേഷ് എന്ന ഡോക്ടറെ കാണിക്കുന്നു. ഇദ്ദേഹമാണ് ഈ സിനിമയിലെ നായകൻ. അദ്ദേഹം പാമ്പനാട് നടക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ യാത്ര ചെയ്യുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് വഴി തെറ്റുന്നു. അങ്ങനെ റോഡരികിൽ കണ്ട അപരിചിതനോട് വഴി ചോദിച്ചു മനസ്സിലാക്കി വണ്ടിയെടുക്കാൻ നേരം അയാളുടെ കയ്യിൽ ഒരു ഒച്ച്. ആ ഒച്ചിനെ കണ്ടതും അയാൾ അറുപ്പും ഭയത്തോടു കൂടി ആ ഒച്ചിനെ തട്ടിമാറ്റാൻ ശ്രമിക്കുന്നു. അടുത്ത സീനിൽ കുറച്ച് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ വോയിസ് ഓവറിൽ കേട്ട അമീർ എന്ന കുട്ടി അങ്ങോട്ടേക്ക് വന്ന് ആ പെൺകുട്ടികളുടെ കൂട്ടത്തിലെ ഏഞ്ചലിനെ വിളിക്കുന്നു. എന്നാൽ ബാക്കി കുട്ടികൾ അവനെ കൂടെ കൂട്ടുന്നില്ല. അപ്പോൾ ഏഞ്ചൽ, എന്തിനാണ് നിങ്ങൾ അമീറിനെ ഒഴിവാക്കുന്നതെന്ന് ചോദിക്കുന്നു. അവൻ പഠിക്കാൻ മിടുക്കനല്ലേ, അവൻ എന്നോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത് എന്നൊക്കെ ഏഞ്ചൽ കൂട്ടുകാരികളോട് പറയുന്നു. അപ്പോൾ കൂട്ടുകാരികൾ, അവനോട് മിണ്ടിയവരെല്ലാം ഇപ്പോൾ വട്ടിപ്പിടിച്ച് നടപ്പാണ്, അതുകൊണ്ടാണ് ആരും അവനോട് മിണ്ടാത്തത്. അങ്ങനെ സംസാരിക്കുന്നതിന് ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ഒച്ചിരിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നു. ആ ഒച്ചിനെ കണ്ടതും ആ കുട്ടികൾ ഭയന്ന് ആ ഒച്ചിനെ തട്ടിക്കളയുന്നു. ശേഷം ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ആ കുട്ടികൾ അവിടെ നിന്ന് നടന്നു പോകുന്നു. അപ്പോഴത്തേക്കും അമീർ അവിടേക്ക് എത്തുന്നു. അപ്പോൾ ഏഞ്ചൽ അമീറിനോട്, എന്തിനാണ് എല്ലാവരും നിന്നെ ഭയക്കുന്നത്, എന്താ ആരും നിന്നോട് മിണ്ടാത്തത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അമീർ, എന്റെ പിതാവ് ഒരു മജീഷ്യനാണ്, എന്നാൽ അദ്ദേഹം കാണിക്കുന്ന കൺകെട്ട് മന്ത്രവാദം എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ വിശ്വസിക്കുന്നത്, അതുകൊണ്ടാണ് ആരും എന്നോട് മിണ്ടാത്തത്. അപ്പോൾ ഏഞ്ചൽ, അതൊന്നുമല്ല, ആളുകളെ വശീകരിക്കുന്ന വല്ല മന്ത്രവും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അമീർ, ആളുകളെ വശീകരിക്കുന്ന ഒരു മന്ത്രമേ ഈ ഭൂമിയിലുള്ളൂ, അത് സ്നേഹമാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്റെ കയ്യിൽ ഒരുപാടുണ്ട്. അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ ഏഞ്ചലിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നു. അദ്ദേഹം അവിടെയുള്ള തോട്ടത്തിന്റെ മാനേജറാണ്. അമീറിനോട് സംസാരിച്ചതിന് അയാൾ മകളെ വഴക്ക് പറയുന്നു. അങ്ങനെ പിന്നീട് അമീറിനെ കാണുമ്പോഴെല്ലാം ഏഞ്ചൽ ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ ഏഞ്ചലിന്റെ ഈ പെരുമാറ്റം അമീറിനെ വളരെയധികം സങ്കടപ്പെടുത്തി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഏഞ്ചൽ വണ്ടിയിൽ ഡ്രൈവറുടെ കൂടെ അമീറിന്റെ വീടിന്റെ മുന്നിലൂടെ പോകുമ്പോൾ അമീർ വിഷമിച്ചിരിക്കുന്നത് അവൾ കാണുന്നു. അവൾ അങ്ങനെ ഡ്രൈവറുടെ സമ്മതം വാങ്ങി ഏഞ്ചൽ അമീറിന്റെ അടുത്തു ചെന്ന് അവനോട് സംസാരിക്കുന്നു. നിന്നോട് സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ, അത് അച്ഛൻ അറിഞ്ഞാൽ അതിന്റെ പ്രശ്നം എനിക്കാണ് എന്നൊക്കെ ഏഞ്ചൽ അമീറിനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. അപ്പോൾ അമീർ, ആരെങ്കിലും കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ, അതിന് ചെറിയൊരു മാജിക് ഉണ്ട്. വെള്ളാരം കല്ലുകൾ നിറഞ്ഞ താഴ്വാരം, 7-ാം വളവിലെ കുരിശിൻ ചുവട്, മഞ്ഞിൽ കുളിച്ച എസ്റ്റേറ്റ് വഴികൾ, സീതാർ മൗണ്ടിലെ കുതിരവണ്ടികൾ, ദർഗാത്തെരുവിലെ S87, ഇവിടേക്ക് ചെന്ന് നീ എന്നെ മാത്രം ആലോചിക്കണം, ഞാൻ ഇപ്പോൾ വരുമെന്ന് നീ ആഗ്രഹിക്കണം എന്നൊക്കെ അമീർ പറയുന്നു. ശേഷം ഏഞ്ചൽ ജീപ്പിൽ കയറി പോകുന്നു. അവൾ അമീർ പറഞ്ഞ സ്ഥലത്ത് പോയി ഏഞ്ചൽ അമീർ പറഞ്ഞ പോലെ ചെയ്യുകയും അമീർ അങ്ങോട്ട് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ കാണാറുള്ള സ്ഥലങ്ങളൊക്കെയും ഏഞ്ചൽ ചിത്രം വരക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം 7-ാം വളവിലെ കുരിശിൻ ചുവട്ടിൽ അമീർ ഏഞ്ചലായി കാത്തു നിൽക്കുന്നു. അപ്പോൾ അവിടേക്ക് എത്തിയ ഏഞ്ചലിനോട് അമീർ, ഇനി ഞാൻ നിന്നെ ഞെട്ടിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ ആരോ ഏഞ്ചൽ എന്ന് വിളിക്കുന്നു. ഇത് കേട്ട അമീർ ദേഷ്യത്തോടെ, ഞാൻ പറഞ്ഞ കാര്യം നീ വേറെ ആരോടെങ്കിലും പറഞ്ഞുവോ എന്ന് ചോദിക്കുന്നു. അതോടെ ആ സീൻ കട്ടായി. അടുത്ത സീനിൽ മഹേഷിനെ കാണിക്കുന്നു. ഭാര്യ ശ്വേത, മകൾ തന്മയ് എന്നിവരാണ് മഹേഷിന്റെ ഫാമിലി. ഓസ്ട്രേലിയയിലായിരുന്നു, ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിലായി. അങ്ങനെ പുതിയ വീട്ടിൽ നെയിം ബോർഡൊക്കെ സെറ്റ് ചെയ്യുകയാണ് മഹേഷും ഫാമിലിയും. അപ്പോൾ അങ്ങോട്ടേക്ക് അവരുടെ അയൽവാസി വന്ന് പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ അതേസമയം ഒരു വലിയ ലോറി വേസ്റ്റ് കളക്ട് ചെയ്യാൻ അങ്ങോട്ടേക്ക് വരുന്നു. ആ ലോറി കണ്ടതും മഹേഷ് പരിഭ്രമിച്ച് ധൃതിയിൽ വീടിന്റെ അകത്തേക്ക് പോകുന്നു. മഹേഷിന്റെ പേടി കണ്ട ഭാര്യ അയാളോട്, ഇതുവരെ നിങ്ങൾക്ക് ലോറി ഫോബിയ മാറിയില്ലേ എന്ന് ചോദിക്കുന്നു. ഈ ലോറി ഫോബിയ വെച്ച് നിങ്ങൾ എങ്ങനെയാണ് ഈ നാട്ടിൽ വണ്ടി ഓടിക്കും എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ മഹേഷ്, എനിക്ക് എല്ലാ ലോറികളെ ഭയമില്ല, ഈ ടൈപ്പ് മൂക്കുത്തിയിട്ട ലോറികളെ മാത്രമാണ് എനിക്ക് പേടി എന്ന് പറയുന്നു.
ഇത് കേട്ട മകൾ മഹേഷിനെ കളിയാക്കുന്നു. ശേഷം ഈ വരുന്ന സൺഡേ നമുക്കൊരു ട്രിപ്പ് പോകാമെന്ന് മഹേഷ് ഫാമിലിയോട് പറയുന്നു. അങ്ങനെ അടുത്ത ഷോട്ടിൽ മഹേഷ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കാണിക്കുന്നു. അവിടെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ശബ്നം എന്ന ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. ശേഷം മഹേഷ് തന്റെ പേഷ്യൻസിനൊക്കെ പരിശോധിക്കുന്നു. അടുത്ത സീനിൽ ഒരു ലോറി വരുന്നത് കാണിക്കുന്നു. അപ്പോൾ മരത്തിന്റെ മുകളിലിരുന്ന ആരോ ഒരാൾ എനിക്ക് പോകാനുള്ള വണ്ടി വരുന്നുണ്ട് എന്ന് പറയുന്നു. അയാളെ കാണാൻ ഒരു ഭ്രാന്തനെ പോലെയുണ്ട്. അങ്ങനെ ആ ലോറി അടുത്തെത്തിയപ്പോൾ ആ മരത്തിന്റെ മുകളിൽ ഇരുന്നയാൾ ലോറിയുടെ മുകളിലേക്ക് ചാടുന്നു. ഇതേ സമയം വണ്ടിയുടെ മുകളിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ട ഡ്രൈവറായ ആന്റണിയും ക്ലീനറായ ബാബുവിനോട് അത് എന്താണെന്ന് നോക്കാൻ പറയുന്നു. എന്നാൽ ബാബു അതൊരു മരക്കൊമ്പായിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ അവർ യാത്ര തുടരുന്നു. ശേഷം വണ്ടി ലോഡ് കയറ്റാൻ നിർത്തിയപ്പോൾ ബാബുവും ആന്റണിയും ആ ഭ്രാന്തനെ വണ്ടിയുടെ മുകളിൽ കാണുകയും ബാബു അവനെ പിടിച്ച് താഴെയിറക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അച്ചായൻ എന്നയാൾ വന്ന് ബാബുവിനെ തടയുന്നു. എന്നിട്ട് അയാൾ ആന്റണിയോട് ഇതൊരു ഭ്രാന്തനാണ്, നിങ്ങൾ അവനെ ഇറക്കണ്ട, നിങ്ങൾ നാളെ പോകുന്നതിന് മുമ്പ് ഞാൻ അവനെ ഇറക്കിക്കൊള്ളാം എന്ന് അയാൾ ആന്റണിയോട് പറയുന്നു. അങ്ങനെ അച്ചായന്റെ വാക്ക് കേട്ട് ആന്റണിയും ബാബുവും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആന്റണിയുടെ കയ്യിൽ ഒരു ഒച്ചിരിക്കുന്നത് ബാബു കാണുന്നു. ആന്റണി ആ ഒച്ചിനെ തട്ടിക്കളഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അവിടെ ഡോക്ടർ മഹേഷിനെ കാണാൻ പ്രായമായ ഒരാൾ വന്നിരിക്കുന്നു. അയാളുടെ മകനെ കുറച്ച് വർഷമായി കാണുന്നില്ല എന്നും അവൻ മിടുക്കനായിരുന്നുവെന്നും ഡോക്ടർ എങ്ങനെയെങ്കിലും എന്റെ മകനെ കണ്ടുപിടിച്ച് തരണമെന്നും അയാൾ ഡോക്ടർ മഹേഷിനോട് പറയുന്നു. ഇത് കേട്ട ഡോക്ടർ മഹേഷ് നിങ്ങൾ എന്നെയല്ല സൈക്കാട്രിസ്റ്റിനെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞ് ആ വൃദ്ധനെ മഹേഷ് ഡോക്ടർ പറഞ്ഞുവിടുന്നു. എന്നാൽ ആ വൃദ്ധൻ പോകാൻ നേരവും മഹേഷിനോട് നിങ്ങൾ വിചാരിച്ചാലേ എന്റെ മകനെ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ എന്ന് വീണ്ടും പറയുന്നു. ഇങ്ങനെ ആ വൃദ്ധൻ ആവർത്തിച്ച് പറയുന്നത് കേട്ട ഡോക്ടർ മഹേഷ് ഒന്നും മനസ്സിലാകാത്ത പോലെ അയാളെ തന്നെ പകച്ചു നോക്കുന്നു. ശേഷം അവിടെയുള്ള മറ്റൊരു ഡോക്ടറായ ജെയിൻ മഹേഷിനെ കാണാൻ വരുന്നു. കൂടെ ഡോക്ടർ ശബ്ദവും അങ്ങോട്ടേക്ക് വരുന്നു. അവർ മൂന്നുപേരും സംസാരിക്കുന്നതിന് ഇടയിൽ നാളെ ഒരു ചെറിയ ട്രിപ്പ് പോകുന്ന കാര്യം മഹേഷ് അവരോട് പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ ലോറിക്കാരായ ആന്റണിയും ബാബുവും ഭക്ഷണം കഴിക്കാനായി ഒരു തട്ടുകടയിൽ എത്തി. നാളെ അവർ മൂന്നാറിലേക്ക് ലോഡ് കൊണ്ടുപോവുകയാണ്. അവിടേക്കുള്ള മലകയറ്റത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അവർ രണ്ടുപേരും. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ആ ഭക്ഷണത്തിൽ ഒരു ഒച്ചുണ്ടായിരുന്നു. ഇത് കണ്ട ആന്റണിയും ബാബുവും പരസ്പരം ഭയത്തോടെ നോക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ മഹേഷിന്റെ വീടാണ് കാണിക്കുന്നത്. നമ്മൾ ഓസ്ട്രേലിയയിലെ ബിസി ലൈഫിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, എന്നിട്ടും ഇവിടെയും ബിസി ലൈഫ് എന്ന് മഹേഷിന്റെ ഭാര്യ മഹേഷിനോട് പരിഭവം പറയുന്നു. അപ്പോൾ മഹേഷ് നാളെ നമ്മൾ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ, ആ യാത്ര സമാധാനമായ ജീവിതത്തിന്റെ തുടക്കമാണ് എന്നും നാളെ യാത്ര പോകാൻ ഉള്ളതുകൊണ്ട് വേഗം കിടക്കാനും മഹേഷ് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വണ്ടിയെടുക്കാൻ വന്ന ആന്റണി കാണുന്നത് ആ ഭ്രാന്തൻ വണ്ടിയുടെ മുകളിൽ കയറിയിരിക്കുന്നതാണ്. ദേഷ്യം വന്ന ആന്റണി അച്ചായനെ വിളിക്കുന്നു. അപ്പോൾ അച്ചായൻ നീ ഈ പറയുന്ന ഒച്ചിന്റെ കാര്യം ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് അനുഭവമുണ്ട്. അവൻ ഇവിടെ വന്നിട്ട് 2 മാസമായി. വന്ന അന്ന് മുതൽ ഇതുവരെ അവൻ പറയാൻ തുടങ്ങിയതാണ് അവനെ കൊണ്ടുപോകാൻ ഒരു വണ്ടി വരുമെന്ന്. എന്നാൽ ഈ 2 മാസത്തിനുള്ളിൽ ഇവിടെ വന്ന ഒരു വണ്ടിയിലും അവൻ കയറിയിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇവൻ ഒരു വണ്ടിയിൽ കയറുന്നത്. അതുമാത്രമല്ല അവനെ ഞങ്ങൾ ഒഴിവാക്കാൻ നോക്കിയപ്പോഴെല്ലാം ഞങ്ങൾക്ക് ഒച്ചിന്റെ ശല്യമുണ്ടായി. അതുകൊണ്ട് നീ അവനെ ഒഴിവാക്കണ്ട, കൂടെ കൂട്ടിക്കോ. അവന്റെ സ്ഥലമെത്തുമ്പോൾ അവൻ ഇറങ്ങിപ്പോയിക്കോളും. അതല്ല അവൻ ഇറങ്ങിയില്ലെങ്കിൽ കാന്തല്ലൂരിലുള്ള പോലീസ് സ്റ്റേഷനിൽ അവനെ ഏൽപ്പിക്കാനും അച്ചായൻ ആന്റണിയോട് പറയുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്നതിന് ഇടയിൽ അവൻ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുന്നു. ഇത് കണ്ട അച്ചായൻ അവനോട് പിറകിലിരിക്കാൻ പറയുന്നു. അപ്പോൾ അവൻ ഇപ്പോൾ മഴ വരുമെന്ന് പറയുന്നു. എന്നാൽ അപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ അച്ചായൻ നീ ഇപ്പോൾ പുറകിലിരിക്കെ, മഴ വരുമ്പോൾ നീ ഉള്ളിൽ കയറിയിരുന്നോ എന്ന് പറയുന്നു. അങ്ങനെ ആ ഭ്രാന്തൻ വണ്ടിയുടെ പുറകിൽ വന്നിരിക്കുന്നു. അച്ചായന്റെ നിർബന്ധത്തിന് വഴങ്ങി ആന്റണി അവനെ കൂടെ കൂട്ടി യാത്ര തുടരുന്നു. അടുത്ത സീനിൽ മഹേഷും ഫാമിലിയും ട്രിപ്പ് പോകാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ കാറിൽ വെച്ച് മഹേഷിന്റെ ഭാര്യ ഞാൻ പണ്ട് നല്ല പോലെ വണ്ടി ഓടിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ മഹേഷ് എങ്കിൽ ഈ വണ്ടി നീ ഓടിക്കുക എന്ന് പറഞ്ഞ് അവൾക്ക് വണ്ടി ഓടിക്കാനായി കൊടുക്കുന്നു. ശേഷം അവൾ സന്തോഷത്തോടെ യാത്ര തുടരുന്നു. ഇതേ സമയം ആന്റണിയുടെ ലോറിയും പോകുന്നത് കാണിക്കുന്നു. നല്ല പൊരിഞ്ഞ മഴ കണ്ട ആന്റണി ഇവൻ ആള് കൊള്ളാമല്ലോ, ഇവനെ നമുക്ക് കാലാവസ്ഥ പ്രവചന കേന്ദ്രത്തിലേക്ക് ജോലിക്കായി അയക്കാമെന്ന് ആന്റണി ബാബുവിനോട് പറയുന്നു. അപ്പോൾ ആ ഭ്രാന്തൻ ഇപ്പോൾ ഒരു പട്ടി കുറുകെ വരുമെന്ന് ഭയത്തോടെ പറയുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ ബാബുവിന് പേടിയാകുന്നു. ബാബു പേടിക്കുന്നത് കണ്ട ആന്റണി നീ ഈ ഭ്രാന്തൻ പറയുന്നത് വിശ്വസിക്കരുത്, ഇതൊക്കെ മനസ്സിന്റെ വെറും തോന്നലാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ഭ്രാന്തൻ അമീറിന് ഭ്രാന്തില്ല, കൊച്ചു ത്രേസ്യ ടീച്ചറുടെ ക്ലാസ്സിൽ വെച്ച് ഓർമ്മ പോയതാണ് എന്നവൻ പറയുന്നു. സത്യത്തിൽ ഈ ഭ്രാന്തൻ സിനിമയുടെ തുടക്കത്തിൽ കണ്ട അമീർ എന്ന പയ്യനാണ്. അങ്ങനെ അവരുടെ യാത്ര തുടരുന്നു. അപ്പോൾ പെട്ടെന്ന് അവരുടെ ലോറി ഒരു പട്ടിയെ ഇടിക്കുന്നു. ഇത് കണ്ട ആന്റണിയും ബാബുവും ശരിക്കും പേടിക്കുന്നുണ്ട്. കാരണം അമീർ പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നു. അപ്പോൾ ആന്റണി ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്ന് അമീറിനോട് ചോദിക്കുന്നു. അപ്പോൾ അമീർ ഇനി കുറച്ചു കഴിഞ്ഞ് ഒരാൾ വരാനുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട് ആന്റണി ഭയക്കുന്നുണ്ട്. അടുത്ത സീനിൽ മഹേഷിനെയും ഫാമിലിയെയും കാണിക്കുന്നു. ശ്വേത വണ്ടി ഓടിച്ചിരിക്കുന്നത് കൊണ്ട് മഹേഷ് ഒന്ന് മയങ്ങി. അങ്ങനെ അവർ ഇപ്പോൾ ഹൈ റേഞ്ചിലെത്തി. അപ്പോൾ പെട്ടെന്ന് മഹേഷ് വണ്ടി നിർത്താൻ പറയുന്നു. ദൂരെ ഒരു സ്ഥലം കാണിച്ചുകൊണ്ട് ഇവിടെ മുമ്പ് വന്ന പോലെ ഒരു ഫീൽ ഉണ്ടെന്ന് മഹേഷ് പറയുന്നു. അങ്ങനെ വണ്ടി നിർത്തി മഹേഷും ഫാമിലിയും അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ മഹേഷ് പറയുന്നു ഈ സ്ഥലം എനിക്ക് ദേജാവ് പോലെയൊക്കെ തോന്നുന്നു എന്നു. അതായത് അപരിചിതമായ സ്ഥലത്ത് മുമ്പ് പോയ പോലെ ഒരു ഫീൽ, അതാണ് ഈ ദേജാവ് എന്ന് പറയുന്നത്. ഇതേ സമയം ആന്റണിയുടെ ലോറി തകരാറിലായി. അവർ എങ്ങനെയല്ല ആ ലോറി തയ്യാറാക്കിയതിനു ശേഷം യാത്ര തുടരുന്നു. എന്നാൽ അവർക്കുള്ളിൽ നല്ല ഭയമുണ്ട്. കാരണം അമീർ ഇനി ഈ വണ്ടി ഒരാളെ ഇടിക്കുമെന്ന് പറഞ്ഞിരുന്നുവല്ലോ. ഇതേ സമയം മഹേഷും ഫാമിലിയും ഒരു ചായ കുടിക്കാനായി ഒരു ചെറിയ ചായക്കടയുടെ മുന്നിൽ വണ്ടി നിർത്തുന്നു. അങ്ങനെ ഇവർ ചായ ഓർഡർ ചെയ്ത് ഇവർ അവിടെയുള്ള ചെറിയ കുന്നിന്റെ മുകളിലേക്ക് കയറി കാഴ്ചകൾ കാണുന്നു. അപ്പോൾ അവിടേക്ക് വന്ന ചായക്കടക്കാരനോട് മഹേഷിന്റെ മകൾ ലീവ്സ് ഉള്ള ക്യാരറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ചായക്കടക്കാരൻ ഉണ്ടല്ലോ, എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് കുട്ടിയും കൂട്ടി ആ കടക്കാരൻ താഴോട്ട് പോകുന്നു. അപ്പോഴും മഹേഷ് ഇവിടെ മുമ്പ് വന്നതുപോലെ തോന്നുന്നു എന്നും 2006 മറ്റോ ഇവിടെയുള്ള
മലയുടെ പീക്കിൽ കയറി ഞാനും ഫ്രണ്ട്സും തിരിച്ചു പോയിട്ടുണ്ട് എന്ന് മഹേഷ് പറയുന്നു. അങ്ങനെ മഹേഷും ഭാര്യയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കടക്കാരൻ മഹേഷിനെ കാറിന്റെ അടുത്തേക്ക് വിളിക്കുന്നു. തന്മയ് ഡിക്കിയിൽ സാധനങ്ങൾ വെച്ച് ലോക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അബദ്ധത്തിൽ കാറിന്റെ കീയും ഡിക്കിയിൽ വെച്ച് ലോക്ക് ചെയ്തു. ഇതറിഞ്ഞ മഹേഷ് മകളോട് ചെറുതായി ചൂടാകുന്നു. ശേഷം സർവീസ് സെന്ററിലേക്ക് വിളിച്ച് കാര്യം പറയുന്നു. എന്നാൽ വർക്കിംഗ് അവേഴ്സിൽ മാത്രമേ അവർക്ക് വരാൻ പറ്റുകയുള്ളെന്ന മറുപടിയായിരുന്നു അവരുടേത്. ഇത് കേട്ട മഹേഷ് ആകെ ടെൻഷനാകുന്നു. ശേഷം ഹോസ്പിറ്റലിൽ വിളിച്ച് കാര്യം പറയുന്നു. അവർ ഒരു വണ്ടി അയക്കാമെന്ന് പറയുന്നു. എന്നാൽ ആ വണ്ടി എത്താൻ നേരം വെളുക്കും. അതുവരെ എവിടെ താമസിക്കും എന്നോർത്ത് മഹേഷും ഭാര്യയും ടെൻഷനിരിക്കുന്നു. അപ്പോൾ ആ ചായക്കടക്കാരൻ കുഴപ്പമൊന്നുമില്ല, ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, തൽക്കാലം ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞ് ആ ചായക്കടക്കാരൻ മഹേഷിനെയും ഫാമിലിയെയും അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴത്തേക്കും നേരം വൈകിയിരുന്നു. ഇതേ സമയം ചുരങ്കേറി വരുന്ന ആന്റണിയുടെ ലോറി ഉറക്കമായിരുന്ന അമീർ ഞെട്ടി ഉണരുന്നു. എന്നിട്ട് അവൻ വരാറായി എന്ന് പറയുന്നു. ഇത് കേട്ട് ആന്റണിയാകെ ടെൻഷനാകുന്നു. ഇതേ സമയം മഹേഷ് ചായക്കടക്കാരന്റെ വീട്ടിൽ നിന്നും ഫോൺ വിളിക്കുന്നു. എന്നാൽ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് മഹേഷ് പുറത്തേക്കിറങ്ങി നടക്കുന്നു. അപ്പോൾ ആരോ മഹേഷിനോട് ഡോക്ടറെ ഒന്ന് വരുമോ, മോനെ കണ്ടുവോ എന്നൊക്കെ ചോദിക്കുന്നു. കാര്യം എന്താണെന്നറിയാൻ മഹേഷ് അവിടെ ചുറ്റും നോക്കുമ്പോൾ കുറച്ചു ദൂരെ ഒരാൾ ചൂട്ടും കത്തിച്ച് നിൽക്കുന്നു. അത് ആരാണെന്നറിയാൻ അയാളുടെ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ അത് മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്ന അതേ വയസ്സനായിരുന്നു. ആ വയസ്സൻ മഹേഷിനോട് എന്റെ മകനെ കണ്ടുപിടിച്ചു തരുമോ, അവനെ കണ്ടുപിടിച്ചു തരാതെ നിങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ വയസ്സൻ അപ്രത്യക്ഷമാകുന്നു. ഇത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മഹേഷ് മുന്നോട്ട് നടക്കുമ്പോൾ കുരിശടിക്ക് മുന്നിൽ രണ്ട് കുട്ടികൾ സംസാരിക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഏഞ്ചലും അമീറുമായിരുന്നു. അവർ അപ്പോൾ ഏഞ്ചൽ ഇവിടേക്ക് ആരെങ്കിലും വരുമോ, എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അമീർ ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്വപ്നത്തിലാണ്, ഇവിടേക്ക് നമ്മുടെ അനുവാദമില്ലാതെ ആർക്കും വരാൻ സാധിക്കില്ല എന്ന് അമീർ അവളോട് പറയുന്നു. അപ്പോൾ മഹേഷ് ഏഞ്ചൽ എന്ന് വിളിക്കുന്നു. ഇത് കേട്ട അമീർ ടെൻഷനായി ഏഞ്ചലിനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ വേറെ ആരോടെങ്കിലും പറഞ്ഞുവോ എന്ന് ചോദിച്ചുകൊണ്ട് അമീർ ഏഞ്ചലിനോട് ദേഷ്യപ്പെടുന്നു. ഈ സീനാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആവുകയും തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുന്ന മഹേഷിനെ ഒരു ലോറി ഇടിക്കുകയും ചെയ്യുന്നു. ആ സീൻ കട്ടായി അടുത്ത സീനിൽ ബോധം കെട്ടി കിടക്കുന്ന മഹേഷിനെ ശ്വേതയും ആ കടക്കാരനും തട്ടി വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ശ്വേത നമ്മൾ ഒരുമിച്ചല്ലേ ഉറങ്ങാൻ കിടന്നത്, പിന്നെ എപ്പോഴാണ് മഹേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ മഹേഷ് എന്നെ ഇന്നലെ ഒരു ലോറി ഇടിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട വണ്ടി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവർ വേഗം തന്നെ വണ്ടിയിൽ കയറി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ശേഷം ഹോസ്പിറ്റലിൽ മഹേഷിന് സംഭവിച്ച കാര്യങ്ങൾ ശ്വേത ഡോക്ടർ ഷബ്നത്തോട് പറയുന്നു. ഇതേ സമയം മഹേഷ് നേരെ ജെയിൻ ഡോക്ടറെ അടുത്ത് വന്ന് അന്ന് കാണാൻ വന്ന ആ വയസ്സായ ആളെക്കുറിച്ച് ചോദിക്കുന്നു. അതായത് മകനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് വന്നയാളെക്കുറിച്ച്. അപ്പോഴാണ് ഡോക്ടർ ജെയിൻ പറയുന്നത് എന്നെ കാണാൻ അങ്ങനെ ആരും വന്നിട്ടില്ല, അതുമാത്രമല്ല ആ ദിവസം ഞാൻ നിങ്ങളെ കാണാൻ വരുമ്പോൾ നിങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു, ഇനി അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ രജിസ്റ്ററിൽ നോക്കിയാൽ പോരെ എന്ന് ഡോക്ടർ ജെയിൻ പറയുന്നു. എന്നാൽ രജിസ്റ്ററിൽ അങ്ങനെ ഒരാളുടെ പേരില്ല എന്ന് മഹേഷ് പറയുന്നു. ശേഷം ടെൻഷൻ അടിച്ച് കാർ ഓടിക്കുന്ന മഹേഷിനോട് ശ്വേത ഹേയ് നിങ്ങൾക്കൊന്നുമില്ല, ഒരു പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ടാകും, അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മനസ്സ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ ശ്വേത മഹേഷിനെ ആശ്വസിപ്പിക്കുന്നു. പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ മഹേഷ് തയ്യാറാകുന്നില്ല. കാരണം ഇന്നലെ ഇടിച്ചിട്ട ലോറിയുടെ നമ്പർ വരെ മഹേഷിന് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ മഹേഷ് അതുകൊണ്ട് അങ്ങനെ ഒരു വണ്ടി ഇല്ലെങ്കിൽ നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിക്കാം എന്ന് മഹേഷ് ഭാര്യയോട് പറയുന്നു. ശേഷം മഹേഷ് മോട്ടോർ വെഹിക്കിൾ ഓഫീസിൽ പോയി ആ വണ്ടിയുടെ നമ്പറിനെ കുറിച്ച് അന്വേഷിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഈ വണ്ടി 15 വർഷം മുമ്പ് കാലപ്പഴം കാരണം ഡിസ്പോസ് ചെയ്തു എന്ന് പറയുന്നു. മഹേഷ് അപ്പോൾ ആ വണ്ടിയുടെ ഓണറിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും MVD ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രി മഹേഷും ഫ്രണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഡോക്ടർ ഷബ്നം ഇത് മഹേഷിന്റെ തോന്നൽ മാത്രമായിരിക്കുമെന്ന് പറയുന്നു. എന്നാൽ ഡോക്ടർ ജെയിൻ എന്തായാലും നീ ആ അഡ്രസ്സിലേക്കൊന്ന് പോ, എന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം മഹേഷ് MVD ഓഫീസിൽ നിന്ന് കിട്ടിയ അഡ്രസ്സിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ അമീർ കയറിയ വണ്ടിയുടെ ഉടമയായ നേരത്തെ കണ്ട ആ ലോറി ഡ്രൈവർ ആന്റണി തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അയാൾക്ക് കുറച്ച് പ്രായമായിട്ടുണ്ട്. അങ്ങനെ മഹേഷ് ആന്റണിയോട് 15 വർഷം മുമ്പ് മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ വെച്ച് നിങ്ങൾ ആരെങ്കിലും വണ്ടി ഇടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം കേട്ട ആന്റണി ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം അമീർ പറഞ്ഞ പോലെ അന്ന് അങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നിരുന്നു. 15 വർഷമായെങ്കിലും ആന്റണിക്ക് അത് ഇന്നലെ കഴിഞ്ഞ പോലെ നല്ല ഓർമ്മയുണ്ടായിരുന്നു. അന്ന് നടന്ന അപകടത്തിന് ശേഷം ആന്റണിയും ബാബുവും അവിടെ മുഴുവനും അന്വേഷിച്ചു പെറുക്കിയെങ്കിലും അവർക്ക് അപകടം പറ്റിയവന്റെ ബോഡിയോ അല്ലെങ്കിൽ ഇടിച്ചതിന്റെ തെളിവുകളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് നടന്നതിന്റെ തെളിവുകളോ ഒന്നും തന്നെ അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ കുറെ നേരം അന്വേഷിച്ചതിന് ശേഷം അവർ വണ്ടിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അമീറിനെ അവിടെ വെച്ച് കാണാതാവുകയും ചെയ്തിരുന്നു. അപ്പോൾ മഹേഷ് അമീറിനെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ ആന്റണി അവന്റെ പേര് അമീർ എന്നാണ്, പിന്നെ കൊച്ചു തെരേസ ടീച്ചറുടെ ക്ലാസ്സിൽ വെച്ചാണ് അവന് ഓർമ്മ നഷ്ടപ്പെട്ടത് എന്നും അമീർ പറഞ്ഞതായി ആന്റണി മഹേഷിനോട് പറയുന്നു. അതുമാത്രമല്ല അവൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നടന്നിരുന്നുവെന്നും അവനുള്ള സ്ഥലത്ത് ഒച്ചുകളുടെ ശല്യം ഉണ്ടാവുമായിരുന്നു എന്ന കാര്യവും ആന്റണി മഹേഷിനോട് പോകാൻ നേരം പറയുന്നു. ശേഷം മഹേഷ് ഇക്കാര്യങ്ങൾ തന്റെ സുഹൃത്തായ ഡോക്ടർ ജെയിനോട് വന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ ജെയിൻ ഇക്കാര്യങ്ങളിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ എനിക്കറിയാം, ജോൺ മാസ്റ്റർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, നീ അയാളെ പോയി ഒന്ന് കണ്ടു നോക്ക് എന്ന് ഡോക്ടർ ജെയിൻ മഹേഷിനോട് പറയുന്നു. അങ്ങനെ മഹേഷ് ജോൺ മാസ്റ്ററെ കണ്ട് തന്റെ പ്രശ്നങ്ങൾ വിവരിക്കുന്നു. ശേഷം ജോൺ മാസ്റ്റർ ലൂസിഡ് ഡ്രീമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അത് എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ സ്വപ്നം കാണുകയും ആ സ്വപ്നം അത് സ്വപ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ആ സ്വപ്നത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ സ്വപ്നത്തെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാനും പറ്റും. ഇതാണ് ലൂസിഡ് ഡ്രീമിംഗ്. അങ്ങനെ ആരോ കണ്ട സ്വപ്നത്തിൽ മഹേഷും അകപ്പെട്ടിരിക്കുകയാണ് എന്ന് ജോൺ മാസ്റ്റർ പറയുന്നു. ആരുടെ സ്വപ്നത്തിലാണ് ഞാൻ അകപ്പെട്ടത് എന്ന് മഹേഷ് ചോദിക്കുന്നു. അപ്പോൾ ജോൺ മാസ്റ്റർ ചിലപ്പോൾ നിങ്ങൾ കണ്ട
ആ 2 കുട്ടികളിൽ ആരുടെയെങ്കിലും സ്വപ്നത്തിലാവാം അത്. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടാവാം. അവരുടെ പേഴ്സണൽ സ്പേസിലേക്കാണ് മഹേഷ് അറിയാതെ അകപ്പെട്ടത്. സത്യത്തിൽ മഹേഷ് കാണുന്ന സ്വപ്നങ്ങൾ, ഈ സ്വപ്നങ്ങൾ തുടങ്ങി വെച്ച ആളുടെ മനസ്സ് മഹേഷിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആരാണോ ആ സ്വപ്നം കണ്ടത് അയാളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് ജോൺ മാസ്റ്റർ മഹേഷിനോട് പറയുന്നു. അപ്പോൾ മഹേഷ് എന്തിനാണ് അയാൾ ഞാനുമായി ഇതൊക്കെ കണക്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജോൺ മാസ്റ്റർ അതിന്റെ ഉത്തരം ആ സ്വപ്നത്തിൽ തന്നെ കാണും. ആദ്യം ചെയ്യേണ്ടത് ഈ സ്വപ്നത്തിൽ കണ്ട കുട്ടികൾ അവർ ആരാണ് എന്ന് കണ്ടുപിടിക്കണം. അവർ ഇപ്പോൾ എവിടെയാണെന്നും കണ്ടെത്തണം. അവരുടെ അവസ്ഥ എന്താണെന്നും അറിയണം എന്നൊക്കെ മാസ്റ്റർ മഹേഷിനോട് പറയുന്നു. എന്നാൽ മഹേഷിന് ആകെ അറിയുന്നത് അമീർ എന്ന പേര് മാത്രമാണ്. ഈ സ്വപ്നം ആര് ഇനിഷ്യേറ്റ് ചെയ്താലും അയാളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ ഇത്തരത്തിൽ നിരവധി സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അലർട്ടായിരിക്കാനും മാസ്റ്റർ മഹേഷിനെ വാൺ ചെയ്യുന്നുണ്ട്. ശേഷം മഹേഷ് താൻ ലൂസിഡ് ഡ്രീമിൽ ആണോ അല്ലയോ എന്ന് അറിയാനുള്ള മാർഗ്ഗങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഒരു കോയിൻ ടോസ് ചെയ്ത് അത് ക്യാച്ച് പിടിക്കാൻ പറ്റിയാൽ അത് റിയാലിറ്റി എന്നും, ഇനി ആ കോയിൻ ക്യാച്ച് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ലൂസിഡ് ഡ്രീം ആണെന്ന കാര്യവും മഹേഷ് മനസ്സിലാക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം മഹേഷ് ഡോക്ടർ ജെയിനെ വിളിച്ച് ജോൺ മാസ്റ്ററെ പരിചയപ്പെടുത്തി തന്നതിന് താങ്ക്സ് പറയുന്നു. അത് മാത്രമല്ല ഞാൻ ഇക്കാര്യം സീരിയസ് ആയി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോവുകയാണ് എന്നും മഹേഷ് ജെയിനോട് പറയുന്നു. എന്നാൽ ഭാര്യയായ ശ്വേതയോട് മഹേഷ് ഇക്കാര്യം അധികമൊന്നും പറയുന്നില്ല. കാര്യം അവൾക്ക് അല്ലെങ്കിലേ ടെൻഷനുണ്ട്. ഇനി ഞാൻ ഇക്കാര്യം സീരിയസ് ആയി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു എന്നറിഞ്ഞാൽ അവൾ കൂടുതൽ ഭയക്കുമെന്ന് കരുതി ഒരു മെഡിക്കൽ കോൺഫറൻസിന് പോകുന്നു എന്ന് ശ്വേതയുടെ കള്ളം പറഞ്ഞ് മഹേഷ് ഹൈ റേഞ്ചിലേക്ക് പോകുന്നു. അങ്ങനെ ആദ്യം ആന്റണി പറഞ്ഞ കൊച്ചു തെരേസ്യ ടീച്ചറെ കാണാനാണ് മഹേഷ് തീരുമാനിച്ചത്. ഈ ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അമീർ. അങ്ങനെ ടീച്ചർ മഹേഷിനോട് ഒരു ദിവസം ഞാൻ കൊടുത്ത അസൈൻമെന്റ് ചെയ്യുന്നതിനിടെ ഏഞ്ചൽ ബോധം കിട്ടി വീണു. കുറച്ചു കഴിഞ്ഞ് അമീറും ബോധം കിട്ടി വീണു. എന്നാൽ ആ വീഴ്ചയിൽ അമീറിന്റെ തല ഒരു കല്ലിൽ അടിക്കുകയും രക്തം വരികയും അമീറിന് ഓർമ്മ നഷ്ടപ്പെടുകയും ചെയ്തു. അതുമാത്രമല്ല ഈ അമീറിനെയും അവന്റെ ഉപ്പയും കുറിച്ച് അവിടെയുള്ള ആൾക്കാർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്ക് മറ്റുള്ളവരുടെ സ്വപ്നത്തിൽ കയറാൻ പറ്റും എന്നൊക്കെ. അങ്ങനെ ആ സംഭവത്തിന് ശേഷം ഏഞ്ചലിന്റെ അച്ഛനും കുറച്ച് ഗുണ്ടകളും കൂടി അമീറിനെയും അവന്റെ ഉപ്പയും അവിടെ നിന്നും അടിച്ചോടിച്ചു. അതിനുശേഷം അമീറിനെ കുറിച്ച് ഒരു വിവരവും ഉണ്ടായിട്ടില്ല എന്നും ഏഞ്ചലിനെ കുറിച്ച് അറിയണമെങ്കിൽ ആ എസ്റ്റേറ്റിൽ പോയി അന്വേഷിച്ചാൽ മതി. അവളുടെ അച്ഛൻ അവിടുത്തെ മാനേജർ ആയിരുന്നു. അതുകൊണ്ട് എന്തായാലും ഏഞ്ചലിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുമെന്ന് ടീച്ചർ പറയുന്നു. അങ്ങനെ ടീച്ചർ പറഞ്ഞതിന് പ്രകാരം മഹേഷ് എസ്റ്റേറ്റ് ഓഫീസിൽ ചെന്ന് ഏഞ്ചലിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ഏഞ്ചൽ ഇപ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറിയൻ ആണ്. അങ്ങനെ മഹേഷ് ഏഞ്ചലിനെ കാണുന്നു. എന്നാൽ ഏഞ്ചലിന് മഹേഷിനെ മുൻ പരിചയമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മഹേഷ് തനിക്കുണ്ടായ കാര്യങ്ങൾ ഒക്കെയും ഏഞ്ചലിനോട് പറയുന്നു. അപ്പോൾ ഏഞ്ചൽ ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്, പക്ഷേ തന്റെ സ്വപ്നത്തിൽ മഹേഷ് ഉണ്ടായിരുന്നു എന്ന കാര്യം അവൾക്ക് അത്രയ്ക്ക് കൺവിൻസിംഗ് ആയില്ല. കാരണം അവൾക്ക് ആ സ്വപ്നം പോലും ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ അമീറിനെ കുറിച്ച് മഹേഷ് ചോദിച്ചപ്പോൾ ഏഞ്ചൽ സ്കൂൾ ലൈഫിന് ശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ശേഷം മഹേഷ് മാസ്റ്ററെ കാണാൻ വരുന്നു. ഇപ്പോൾ ഒരേ സ്വപ്നത്തിൽ 2 കാലഘട്ടമാണ് ഉള്ളത്. അതുമാത്രമല്ല ഇതൊരു ഷെയർഡ് ഡ്രീമാണ്. അതുകൂടാതെ ഏഞ്ചലിനെ നേരിട്ട് കണ്ട സ്ഥിതിക്ക് ഇനി സ്വപ്നത്തിൽ ഏഞ്ചലിന് ഇപ്പോൾ കണ്ട രൂപമായിരിക്കും. ഇനി അമീറിന് എന്ത് സംഭവിച്ചു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഈ സ്വപ്നത്തിലുള്ള ഈ 2 കാലഘട്ടത്തിനുമിടയിൽ അമീറിന് എന്തോ സംഭവിച്ചിട്ടുണ്ടാകാം. അത് എന്താണ് എന്ന് അറിയാൻ സ്വപ്നത്തിൽ ആ കാലഘട്ടത്തിലേക്ക് തന്നെ പോകണം. അതിന് ഈ ഏഞ്ചലിന്റെ സഹായം വേണം. അതായത് ഏഞ്ചലുമായി ഇനി ഷെയർഡ് ഡ്രീംസ് ഉണ്ടാവണം. അതിനുവേണ്ടി അമീർ ഏഞ്ചലിന് പറഞ്ഞു കൊടുത്ത ഡ്രീം സയൻസ് ഏതെങ്കിലും അവൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയണം. അതിനായി ഏഞ്ചലിനെ ഒന്നുകൂടി കാണാൻ മാസ്റ്റർ മഹേഷിനോട് പറയുന്നു. അങ്ങനെ വീണ്ടും മഹേഷ് ഏഞ്ചലിനെ കാണുന്നു. അങ്ങനെ സ്വപ്നത്തിൽ ആവർത്തിച്ചു വരുന്ന വല്ല സ്ഥലങ്ങളെക്കുറിച്ച് അമീർ പറഞ്ഞിട്ടുണ്ടോ എന്ന് മഹേഷ് ഏഞ്ചലിനോട് ചോദിക്കുന്നു. അപ്പോൾ ഏഞ്ചൽ പറഞ്ഞിട്ടുണ്ട്, അത് മാത്രമല്ല അവിടെ ചെന്ന് തന്നെ ഓർക്കണമെന്നും അമീർ പറഞ്ഞതായി ഏഞ്ചൽ പറയുന്നു. അപ്പോൾ മഹേഷ് എന്നാൽ നമുക്ക് അവിടെ വരെ പോകാമെന്ന് പറയുന്നു. അപ്പോൾ ഏഞ്ചൽ എനിക്ക് പറ്റില്ല, എനിക്ക് ഡ്യൂട്ടി ഉണ്ട് എന്ന് ഏഞ്ചൽ പറയുന്നുണ്ടെങ്കിലും അടുത്ത സീനിൽ മലമുകളിൽ നിൽക്കുന്ന ഏഞ്ചലിനെയും മഹേഷിനെയുമാണ് കാണിക്കുന്നത്. അതായത് അവർ ഒരുമിച്ചുള്ള ഒരു ഷെയർഡ് ഡ്രീം അവിടെ തുടങ്ങുകയായിരുന്നു. അമീർ ആ സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞ ദിവസം ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ എന്ന് മഹേഷ് ഏഞ്ചലിനോട് ചോദിക്കുന്നു. അപ്പോൾ ഏഞ്ചൽ ആ സീൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ കുട്ടി അമീറും ഏഞ്ചലും സംസാരിക്കുന്ന സീൻ കാണിക്കുന്നു. അമീർ പറഞ്ഞ കാര്യങ്ങൾ ഏഞ്ചൽ ഓർത്തെടുക്കുന്നു. അങ്ങനെ അമീറിനോട് സംസാരിച്ച് ജീപ്പിൽ കയറാൻ നേരം തിരിഞ്ഞു നോക്കിയ കുട്ടി ഏഞ്ചൽ അവിടെ മഹേഷിനെ കാണുന്നു. എന്നാൽ ഇതേ സീനിൽ അമീറിന്റെ ഉപ്പ ഏഞ്ചൽ ഒറ്റയ്ക്കല്ല വന്നത് എന്നും അവളുടെ കൂടെ ആരോ ഉണ്ടായിരുന്നുവെന്നും മനുഷ്യൻ പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും ഒരേപോലെ ജീവിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നു. ശേഷം മഹേഷും ഏഞ്ചലും ആ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഏഞ്ചലും മഹേഷും ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി മീറ്റ് ചെയ്യുന്നു. എന്നാൽ എന്താണ് അമീർ പറഞ്ഞ കാര്യങ്ങളെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ സ്വപ്നത്തിൽ അമീറും മഹേഷും ഉണ്ടായിരുന്നുവെന്ന് ഏഞ്ചൽ പറയുന്നു. എന്നാൽ അമീർ പറഞ്ഞ ഡ്രീം സയൻസ് മഹേഷ് സിമ്പിളായി പറയുന്നു. വെള്ളാരം കല്ലുകൾ നിറഞ്ഞ താഴ്വാരം, 7-ാം വളവിലെ കുരിശിൻ ചുവട്, മഞ്ഞിൽ മൂടിയ എസ്റ്റേറ്റ് വഴികൾ, സീതാർ മൗണ്ടിലെ കുതിരവണ്ടികൾ, ദർഗാ തെരുവിലെ S87. ഇതൊക്കെ കേട്ട് ഏഞ്ചൽ ഞെട്ടിപ്പോകുന്നു. കാരണം മഹേഷ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെറും കോ ഇൻസിഡന്റ് മാത്രമാണെന്നാണ് അവൾ കരുതിയത്. എന്നാൽ എന്നോ തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെയും ഇത്ര കൃത്യമായി പറഞ്ഞ മഹേഷിനെ ഏഞ്ചൽ പൂർണ്ണമായി വിശ്വസിക്കാൻ തുടങ്ങുന്നു. ശേഷം മഹേഷ് ഇക്കാര്യങ്ങളൊക്കെയും മാസ്റ്ററോട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ജോൺ മാസ്റ്ററെ സ്വപ്നത്തിലെ കാര്യങ്ങൾ മറക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ജീപ്പിൽ കയറാൻ നേരം ഏഞ്ചൽ മഹേഷിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവൾ എന്തോ ഒന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൾ ഒളിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നിയാൽ പിന്നെ ഏഞ്ചൽ ഷെയർഡ് ഡ്രീംസിന് കോപ്പറേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഏഞ്ചലിനെ ഇനി നേരിട്ട് കാണാൻ ശ്രമിക്കരുത്. പിന്നെ ഡ്രീമിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് നീ ഡിപ്ലോമാറ്റിക്കായി കൈകാര്യം ചെയ്യണമെന്ന് മാസ്റ്റർ മഹേഷിനെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത സീനിൽ ഡ്രൈവറായ ബെന്നിയെ മഹേഷ് പോയി കാണുന്നു. അങ്ങനെ ബെന്നി ഏഞ്ചലിനെ കുറിച്ച് സംസാരിക്കുന്നു. വളരെ നല്ല കുട്ടിയായിരുന്നു
പെൺകുട്ടിയായിരുന്നു ഏഞ്ചൽ. എന്നാൽ അമീറുമായി കൂടിയതിനു ശേഷം അവളിൽ ചില മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് മയങ്ങിപ്പോകുന്ന ശീലം അവൾക്ക് തുടങ്ങി. പിന്നെ നല്ല മനോഹരമായി അവൾ ചിത്രം വരയ്ക്കുമായിരുന്നു. പിന്നെ പണ്ട് ഏഞ്ചലുമായി എസ്റ്റേറ്റിൽ നിന്നെടുത്ത ഒരു ഫോട്ടോയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാമെന്ന് ബെന്നി പറയുന്നു. ശേഷം വീട്ടിലെത്തിയ മഹേഷിന്റെ അടുത്തേക്ക് മകൾ ഒരു ഒച്ചിന്റെ ചിത്രം വരച്ച് കാണിക്കുന്നു. ഇന്നിവിടെ ഒച്ചു ഉണ്ടായിരുന്നുവെന്ന് മകൾ പറയുന്നു. ഇതും കേട്ടത് മഹേഷ് ഞെട്ടുന്നു. അപ്പോൾ തന്നെ ബെന്നി ഏഞ്ചലുമായി ഒത്തുള്ള ആ പഴയ ഫോട്ടോ മഹേഷിന് വാട്സപ്പ് ചെയ്യുന്നു. അങ്ങനെ ആ എസ്റ്റേറ്റും കുട്ടി ഏഞ്ചലിനെയും മഹേഷ് കാണുന്നു. ശേഷം മഹേഷിന്റെയും ഏഞ്ചലിന്റെയും ഒരു ഷെയർഡ് ഡ്രീമാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും 7ാം വളവിലെ കുരിശിൻ ചുവട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വെച്ചാണല്ലോ അമീറിന്റെയും ഏഞ്ചലിന്റെയും സ്വപ്നത്തിലേക്ക് ആദ്യമായി മഹേഷ് കടന്നു വന്നത്. എന്നാൽ അങ്ങനെ ഒരു സ്വപ്നത്തെക്കുറിച്ച് ഏഞ്ചലിന് ഓർമ്മയില്ല. അപ്പോൾ മഹേഷ് എന്നെ ആ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ഏഞ്ചലിനോട് ചോദിക്കുന്നു. അപ്പോൾ ഏഞ്ചൽ, നിങ്ങൾ അമീറിനെ അന്വേഷിച്ച് വന്നതല്ലേ, പിന്നെ എന്തിനാണ് എസ്റ്റേറ്റ് ഒക്കെ കാണുന്നത്? ആ എസ്റ്റേറ്റ് പൊളിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി, ഇപ്പോൾ അവിടെ പോയിട്ട് എന്ത് കിട്ടാനാണ് എന്ന് ഏഞ്ചൽ ചോദിക്കുന്നു. അപ്പോൾ മഹേഷ്, എന്നാൽ ആ ബംഗ്ലാവ് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കുവാൻ ഏഞ്ചലിനോട് പറയുന്നു. ഏഞ്ചൽ അതേപോലെ ആ ബംഗ്ലാവ് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നു. എന്നാൽ അവിടെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഏഞ്ചൽ റീക്രിയേറ്റ് ചെയ്ത ബംഗ്ലാവ് ഒരു നില കെട്ടിടമാണ്. എന്നാൽ ബെന്നി അയച്ചു കൊടുത്ത ഫോട്ടോയിൽ ഇരുനില കെട്ടിടമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഫേക്കായി ഒന്നും റീക്രിയേറ്റ് ചെയ്യരുത് എന്ന് മഹേഷ് ഏഞ്ചലിനോട് പറയുന്നു. അപ്പോൾ അവൾ രണ്ടാമത്തെ നിലയും കറക്റ്റായി റീക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ മഹേഷ് നേരെ മുകളിലത്തെ നിലയിലെ ഏഞ്ചലിന്റെ മുറിക്കകത്ത് കയറുന്നു. ഏഞ്ചൽ ബോധമില്ലാതെ നിലത്ത് കിടക്കുന്നത് മഹേഷ് കാണുന്നു. അവിടെ മഹേഷിന്റെ ഉൾപ്പെടെ അമീർ പറഞ്ഞു കൊടുത്ത എല്ലാ സ്ഥലങ്ങളുടെയും ഫോട്ടോ ഏഞ്ചൽ വരച്ചിട്ടുണ്ടായിരുന്നു. മഹേഷ് ആ ഫോട്ടോകളെല്ലാം കാണുന്നു. അങ്ങനെ ആ സീൻ അവിടെ കട്ടാകുന്നു. അടുത്ത സീനിൽ ദേഷ്യപ്പെട്ട് നടന്നു പോകുന്ന മുതിർന്ന ഏഞ്ചലിനെയും അവളുടെ പിറകെ ഏഞ്ചൽ ഏഞ്ചൽ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന മഹേഷിനെയും കാണിക്കുന്നു. പെട്ടെന്ന് കുട്ടിയായി മാറുന്ന ഏഞ്ചലിനെ മഹേഷ് ഏഞ്ചൽ എന്ന് വിളിക്കുന്നു. ഏഞ്ചലിനോട് ദേഷ്യപ്പെടുന്ന അമീറിനെയാണ് അടുത്തതായി കാണിക്കുന്നത്. അതായത് സിനിമയുടെ തുടക്കത്തിൽ കുരിശിൻ ചുവട്ടിൽ വെച്ച് അമീറും ഏഞ്ചലും കാണുന്ന സീൻ. ആ സ്വപ്നത്തിലേക്ക് മഹേഷ് വന്നത് ഇഷ്ടപ്പെടാത്ത അമീർ, എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം ഏഞ്ചലും മഹേഷും ഈ സ്വപ്നത്തിൽപ്പെട്ട് നരകിക്കും എന്ന് അമീർ അവരെ ശപിക്കുന്നു. അപ്പോഴാണ് കുട്ടി ഏഞ്ചലിന് സ്കൂളിൽ വെച്ച് ബോധം പോയി വീഴുന്ന സീൻ കാണിക്കുന്നത്. അതോടൊപ്പം മഹേഷ് മുതിർന്ന ഏഞ്ചലിനോട് ഈ ഡ്രീമിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ തന്നെ തീരുമാനിക്കണമെന്ന് തറപ്പിച്ചു പറയുന്നു. അങ്ങനെ ബോധം വന്ന കുട്ടി ഏഞ്ചലിന്റെ മുന്നിൽ അമീർ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ നേരെ വന്ന് അമീറിനെ തള്ളിയിടുന്നു. അങ്ങനെ അമീർ നേരെ താഴെ വീണ് കല്ലിൽ തലയടിക്കുന്നു. അങ്ങനെയാണ് അമീറിന് ഓർമ്മ നഷ്ടമാവുന്നത്. സത്യത്തിൽ മഹേഷിന്റെ പ്രേരണ മൂലമാണ് ഏഞ്ചൽ അമീറിനെ തള്ളിയിട്ടത്. ഇതൊക്കെ മനസ്സിലാക്കിയ മഹേഷ് നേരെ മാസ്റ്ററെ കാണാൻ വരുന്നു. എന്നിട്ട് പരിചയം പോലും ഇല്ലാത്ത ഒരാളെ ഞാൻ എന്തിനാണ് അപകടപ്പെടുത്തണം? എനിക്കതിന്റെ ആവശ്യമില്ല. ഇതൊക്കെ എന്റെ വെറും സ്വപ്നം മാത്രമാണ്. ഞാൻ ഈ സ്വപ്നം ഇവിടെ വെച്ച് നിർത്തുന്നു എന്ന് മഹേഷ് മാസ്റ്ററോട് പറയുന്നു. അപ്പോൾ മാസ്റ്റർ, ഇതൊക്കെ നിങ്ങൾ കണ്ട സ്വപ്നമല്ല, അമീർ നിങ്ങളെ കാണിപ്പിച്ച സ്വപ്നമാണ് എന്ന് പറയുന്നു. അപ്പോൾ മഹേഷ്, എവിടെയാണ് ഈ അമീർ? അയാൾ ഒരു പൊടി പോലുമില്ല. അയാൾക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ സമയം മുഴുവനും വേസ്റ്റ് ആക്കിയത്. ഇനി എന്നെ കൊണ്ട് വയ്യ, ഞാനിത് ഇവിടെ വെച്ച് നിർത്തുന്നു എന്ന് പറഞ്ഞ് മഹേഷ് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ തിരിഞ്ഞു നടക്കാൻ നേരം മഹേഷിന്റെ ദേഹത്ത് ഒച്ചിരിക്കുന്നത് മഹേഷ് ശ്രദ്ധിക്കുന്നു. അയാൾ ഭയന്നുകൊണ്ട് ആ ഒച്ചിനെ തട്ടിമാറ്റുന്നു. എന്നിട്ട് തിരിഞ്ഞ് മാസ്റ്ററിനെ നോക്കിക്കൊണ്ട് ടോസ് ചെയ്യുന്നു. അപ്പോൾ മഹേഷിന് ആ കോയിൻ പിടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് താൻ ഇപ്പോഴും സ്വപ്നത്തിലാണെന്ന സത്യം മഹേഷ് മനസ്സിലാക്കുന്നത്. അയാൾ മാസ്റ്ററിനെ അമീർ എന്ന് വിളിക്കുന്നു. സത്യത്തിൽ ആ മാസ്റ്റർ അമീർ ആയിരുന്നു, അല്ലെങ്കിൽ അമീറിന്റെ സൃഷ്ടിയായിരുന്നു ആ മാസ്റ്റർ. അപ്പോൾ മാസ്റ്റർ ഡോക്ടർ മഹേഷിനോട് നിങ്ങളുടെ സമയം ഒരിക്കലും നഷ്ടമാവില്ല എന്ന് പറയുന്നു. അപ്പോൾ മഹേഷ്, അമീർ എനിക്ക് നിങ്ങളെ കാണണം. അപ്പോൾ മാസ്റ്റർ, പേടിക്കണ്ട ഡോക്ടർ, ഈ സ്വപ്നം കൊളാപ്സ് ആവാൻ പോവുകയാണ്. നമ്മൾ ദർഗാ തെരുവിലെ S87 വെച്ച് വീണ്ടും കണ്ടുമുട്ടും എന്ന് മാസ്റ്റർ പറയുന്നു. പെട്ടെന്ന് ആ സീൻ അവിടെ ബ്ലാക്ക് ഔട്ട് ആവുന്നു. ശേഷം കുറെ പേർ മഹേഷിനെ വിളിക്കുന്നു. അപ്പോഴാണ് മഹേഷ് ആ വണ്ടി തട്ടിയെടുത്തു നിന്നും ഞെട്ടി ഉണരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ, നമ്മൾ ഇന്നലെ ഒരുമിച്ചല്ലേ കിടന്നത്, പിന്നെ എങ്ങനെയാണ് മഹേഷ് ഇവിടെ എത്തിയത് എന്ന് ചോദിക്കുന്നു. തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാവാതെ മഹേഷ് ജോൺ മാസ്റ്റർ എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മഹേഷ് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിയ ശേഷം ഡോക്ടർ ജെയിനോട് ജോൺ മാസ്റ്ററെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ ജെയിൻ, അയാളെ എനിക്കറിയാം, പക്ഷേ അത്ര പേഴ്സണലായിട്ട് അത്ര വലിയ പരിചയമൊന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെ മഹേഷ് ജോൺ മാസ്റ്ററെ കാണാൻ വരുന്നു. അവിടെ എത്തിയപ്പോൾ മഹേഷ് ആകെ ഞെട്ടുന്നു. വേറൊരു വ്യക്തിയാണ് അവിടെ ഉണ്ടായിരുന്ന ജോൺ മാസ്റ്റർ. മഹേഷിനെ സ്വപ്നത്തിൽ കണ്ട ആളെയല്ല. അങ്ങനെ അടുത്ത ഷോട്ടിൽ മഹേഷ് ഏഞ്ചലിനെ കാണാൻ വരുന്നു. ഏഞ്ചലിന് മഹേഷിനെ അറിയുക പോലുമില്ല. ആദ്യമായിട്ടാണ് അവൾ മഹേഷിനെ കാണുന്നത് എന്ന് പറയുന്നു. അപ്പോൾ മഹേഷ് സ്വപ്നത്തിൽ കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെയും പറയുന്നു. ശേഷം മഹേഷ് എന്തിനാണ് അമീറിനെ തള്ളിയിട്ടതെന്ന് ഏഞ്ചലിനോട് ചോദിക്കുന്നു. ഈ ചോദ്യം കേട്ട ഏഞ്ചൽ ഒന്ന് പതറുന്നു. അങ്ങനെ അവസാനം ഏഞ്ചൽ സത്യം മുഴുവനും തുറന്നു പറയുന്നു. അമീർ അവന്റെ പിന്നിൽ ഒരുപാട് നിഗൂഢതകൾ ഉണ്ടെന്ന് നാട്ടുകാരും സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനത് വിശ്വസിച്ചില്ല. ഞാൻ അവനോട് കൂട്ടുകൂടി. എന്നാൽ പതിയെ എനിക്ക് അവരിൽ എന്തോ നിഗൂഢത ഉണ്ടെന്ന കാര്യം മനസ്സിലായി. എന്റെ മനസ്സിന്റെ നിയന്ത്രണം മുഴുവനും എനിക്ക് നഷ്ടമായി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മയങ്ങി വീഴാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കൊച്ചു തെരേസ ടീച്ചറുടെ ക്ലാസ്സിൽ നിന്നും ഞാൻ മയങ്ങി വീണു. എന്നാൽ ആ മയക്കത്തിൽ നിന്നും എണീറ്റപ്പോൾ മുതൽ എന്റെ ഉള്ളിൽ നിന്ന് ആരോ അമീറിന് ഓർമ്മയുള്ളിടത്തോളം കാലം നിനക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി. അതുമാത്രമല്ല, അന്ന് എനിക്ക് അവനോട് വല്ലാത്ത ദേഷ്യവും തോന്നി. അതുകൂടാതെ ഒരു വല്ലാത്ത ധൈര്യവും എനിക്ക് ഉള്ളിലുണ്ടായി. അങ്ങനെ ഞാൻ അവനെ തള്ളിയിട്ടു. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്,
തപ്പാണ്. എനിക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ സാധ്യമല്ല. എന്നെ കൊണ്ട് ആരോ ചെയ്യിപ്പിച്ചതാണ് എന്നും ഏഞ്ചൽ മഹേഷിനോട് പറയുന്നു. അപ്പോൾ മഹേഷ് ഏഞ്ചലിനോട് സ്വപ്നത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്നവരുടെ ചിത്രം വരച്ചു വെക്കുന്ന ശീലം നിനക്ക് ഉണ്ടായിരുന്നുവല്ലേ? ആ ചിത്രങ്ങളൊക്കെ ഇപ്പോഴും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കൂ. അതിൽ ഞാൻ എന്തായാലും ഉണ്ടാവുമെന്ന് പറഞ്ഞ് മഹേഷ് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ തുടക്കത്തിൽ മെഡിക്കൽ ക്യാമ്പിലേക്ക് പോകാൻ വഴി തെറ്റിയ മഹേഷിനെ കാണിക്കുന്നു. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒച്ചിനെ തട്ടി മാറ്റുമ്പോൾ ദൂരെ നിന്നും ഒരു അറബിക് പ്രാർത്ഥന മഹേഷ് കേൾക്കുന്നു. അപ്പോൾ ഇതെവിടെ നിന്നാണ് എന്ന് അവിടെയുള്ള ഒരാളോട് മഹേഷ് ചോദിക്കുന്നു. അയാൾ അത് അടുത്തുള്ള ദർഗാ തെരുവിൽ നിന്നാണെന്ന് പറയുന്നു. ഇതേ സമയം ദർഗാ തെരുവിൽ ആരുടെയോ മയ്യത്ത് എടുക്കുന്നത് കാണിക്കുന്നു. ദർഗാ തെരുവിലെ S87 എന്ന സ്ഥലമായിരുന്നു അത്. അപ്പോൾ അവിടെ എത്തിയ മഹേഷ് മരണപ്പെട്ടത് ആരാണെന്ന് അവിടെയുള്ള ഒരാളോട് തിരക്കുന്നു. അപ്പോൾ ആ അപരിചിതൻ അമീർ എന്ന് മറുപടി നൽകുന്നു. അങ്ങനെ അമീർ മരിച്ചിരിക്കുന്നു. ഇപ്പോൾ മഹേഷും ആ സ്വപ്നത്തിൽ നിന്നും മോചിതനായി. ഇതോടെ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമ കാണുമ്പോൾ ഒരുപാട് സംശയം നമുക്കുണ്ടാവാം. കാരണം ഈ സിനിമയിൽ ലൂസി ഡ്രീംസ് മാത്രമല്ല, ടൈം ലൂപ്പും ടൈം ട്രാവലും എന്നിങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അമീറിന്റെ സ്വപ്നത്തിൽ അബദ്ധവശാലാണ് മഹേഷ് എത്തുന്നത്. അങ്ങനെ എത്തുന്ന മഹേഷിന് ഈ കഴിവ് ഇൻബിൽഡായി ഉണ്ടാവാം. ഭൂതകാലത്ത് അമീറും ഏഞ്ചലും കാണുന്ന സ്വപ്നത്തിലേക്ക് അതേ ദിവസം ഭാവിയിലുള്ള മഹേഷ് അവരുടെ സ്വപ്നത്തിലേക്ക് എത്തുകയും അവിടെ വെച്ച് അറിയാതെ അമീറിന്റെ സ്വപ്നത്തിൽ അകപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ടൈം ട്രാവലും ടൈം ലൂപ്പും തുടങ്ങുന്നു. അതേപോലെ തന്റെ സ്വപ്നത്തിൽ കടന്നുകൂടിയ മഹേഷിനെ ഇല്ലാതാക്കാൻ അമീർ ആന്റണിയുടെ ലോറിയിൽ കയറി വന്ന് മഹേഷിനെ വണ്ടിയിടിപ്പിക്കുന്നു. ശേഷം ആ ഭ്രാന്തനായ ക്യാരക്ടറായ അമീറിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. സിനിമയുടെ ഇടയിൽ മഹേഷിന് ലോറിയെ ഭയമാണെന്ന് പറയുന്ന ഒരു സീനുമുണ്ട്. അതും ഈ സീനുമായി നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ ലോറി ഇടിച്ചത് കൊണ്ടായിരിക്കാം മഹേഷിന് ലോറിയോടുള്ള ഭയം ആരംഭിച്ചത്. ചിലപ്പോൾ വണ്ടിയിടിച്ച ഷോക്കിൽ ബോധം പോയപ്പോഴായിരിക്കാം മഹേഷ് അമീറിന്റെ ഡ്രീമിൽ കയറിയത്. അതുകൊണ്ട് തന്നെ ഈ ടൈം ലൂപ്പും ടൈം ട്രാവലും ഏതാണ് ആദ്യം നടന്നതെന്ന് പറയാൻ സാധിക്കില്ല. കാരണം വലിയ ഏഞ്ചലിന്റെ സ്വപ്നത്തിൽ കയറിയ ശേഷം മാത്രമേ മഹേഷിന് കുഞ്ഞു ഏഞ്ചലിനോട് അമീർ ഓർമ്മയുള്ളിടത്തോളം കാലം നിന്നെ സമാധാനമായി ജീവിക്കാൻ വിടില്ല എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പറഞ്ഞാലേ കുഞ്ഞു ഏഞ്ചലിന് അമീറിനെ തള്ളിയിടാൻ പറ്റുകയുള്ളൂ. എന്നാൽ ആ സംഭവം നടന്ന് 30 വർഷം കഴിഞ്ഞ ശേഷമാണ് മഹേഷ് ഏഞ്ചലിന്റെ സ്വപ്നത്തിനുള്ളിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം നടന്നത് എന്ന് പറയാൻ സാധ്യമല്ല. ഇതൊരു ടൈം ലൂപ്പാണ്. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്റെ ജീവിതം അറിയാതെ തകർത്ത മഹേഷിന് എങ്ങനെയാണ് തന്റെ ജീവിതം തകർത്തത് എന്ന് കാണിച്ചു കൊടുക്കാനും മഹേഷിലൂടെ തന്നെ സത്യത്തെ കണ്ടെത്താനുമാണ് അമീർ ശ്രമിച്ചത്. അങ്ങനെ തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മഹേഷിലൂടെ കണ്ടെത്തിയ ശേഷം അമീർ മരണത്തിന് കീഴടങ്ങുന്നു. ഇതിൽ ആ ലോറിയിലുണ്ടായിരുന്ന ഭ്രാന്തനായ അമീർ സ്വപ്നത്തിലൂടെ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണ് മഹേഷിനോട് പ്രതികാരം ചെയ്യാൻ. അതുകൊണ്ടാണ് അമീറിന്റെ പിതാവ് അമീറിനെ കാണാനില്ല എന്ന് പറഞ്ഞ് മഹേഷിന്റെ അടുത്ത് വന്നത്. അതുകൂടാതെ ജോൺ മാസ്റ്റർ കാണിക്കുന്ന സീൻ മുഴുവനും മഹേഷിന്റെ സ്വപ്നവും കൊച്ചു തെരേസ്യ ടീച്ചറും ബെന്നിയോടും ഏഞ്ചലിനോടും സംസാരിക്കുന്നത് ലൂപ്പ് പോലെയാണ്. നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ വീണ്ടും ആ കാര്യങ്ങളൊക്കെയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ടൈം ലൂപ്പിൽ കുടുങ്ങാത്ത ബെന്നിക്കും ടീച്ചർക്കും ഏഞ്ചലിനും അത് മനസ്സിലാവില്ല. എന്നാൽ ടൈം ലൂപ്പിൽ കുടുങ്ങിയ മഹേഷിന് ഇതൊക്കെ മനസ്സിലാവും. ഒരു വ്യത്യസ്തമായ പ്ലോട്ടാണ് ഈ സിനിമ. എന്തായാലും ഈ സിനിമ കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി.